അടുക്കളയ്ക്ക് ഇന്ന് റാഗിപ്പുട്ടിൻ്റെയും മുട്ടക്കറിയുടെയും മണമായിരുന്നു. ഉച്ചയ്ക്കുള്ള കറിക്ക് അകത്തിച്ചീര നുള്ളി തോരനുണ്ടാക്കി. ചെറുപയർ താളിച്ചെടുത്തു. ശനിയാഴ്ച അവധി ദിവസത്തിൻ്റെ ആലസ്യത്തിനും തണുപ്പിലും മുങ്ങിക്കിടന്നു. വെയിലിന് പോലും മടി വന്നതുപോലെ. കഴിഞ്ഞ രാത്രി തീരെ ഉറക്കമുണ്ടായിരുന്നില്ല. കുത്തിച്ചൂളാൻ്റെ കൂവൽ കെട്ടു തഴമ്പിച്ച ചെവിയിലേക്ക് ലളിത സഹസ്രനാമത്തിൻ്റെ ഈണങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. എപ്പോഴോ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ആൾക്കൂട്ട വിചാരണയ്ക്കിടെ മരിച്ചൊരുവൻ്റെ തണുത്ത മൃതദേഹം മണ്ണിൽ പുരണ്ട് കിടക്കുന്നത് കണ്ടു. എൻ്റെ ദൈവമേ എന്നൊരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങി. ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി നെഞ്ചു വിങ്ങി. പണം കൊണ്ട് മനുഷ്യനെ അളക്കുന്ന വിചിത്രമായ ഒരു കാലം. പണം കൊണ്ട് ജയിച്ച മനുഷ്യരുടെ കഥകൾ മാത്രം മതി. അവരെ കാണാൻ കേൾക്കാൻ ആളുകൾ കൂടും. സ്നേഹം കൊണ്ട് ജയിച്ച മനുഷ്യരെ ആർക്കും തന്നെ ആവശ്യമില്ല. ഒരു കാർ, 2 നല്ല വീട്, മാസത്തിലൊരിക്കൽ വിനോദയാത്രകൾ, ആഴ്ചയിൽ ഒരിക്കൽ ഷോപ്പിംഗ് മാളുകളിലേക്ക്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പുറം ലോകത്തും അലക്കി വെളുപ്പിച്ചൊരു കുപ്പായം നൽകും എല്ലാം നേടിയെന്നതിൻ്റെ അടയാളമായി. അങ്ങനെ ഒരു കാലത്ത് പഞ്ഞം കിടക്കുന്ന വീടുകളെക്കുറിച്ച് ആർക്കും പറയാൻ സാധ്യതയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആർക്കും പറയാൻ ധൈര്യമില്ല. ഇനി ഗതികേടിൻ്റെ അങ്ങേയറ്റത്ത് അത് പറയേണ്ടി വന്നാൽ എല്ലാം തികഞ്ഞ മനുഷ്യർ ആൾക്കൂട്ട വിചാരണ നടത്തിക്കളയും. ഡിസംബറിൻ്റെ തണുപ്പ് വീണൊരു രാത്രിയിൽ പുറത്തുപോയി മടങ്ങുമ്പോൾ വഴിയരികിലെ കടയുടെ മുൻവശത്തെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ കണ്ടു. അയാളെ കടന്നുപോയിട്ടും ആ കാഴ്ച എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞില്ല. അയാൾ എന്താവാം ആഗ്രഹിക്കുന്നത്? ഒരു കമ്പിളി പുതപ്പ്, ഒരു നേരത്തെ ആഹാരം, ചുരുണ്ടുകിടക്കാൻ ഒരിടം, ആകാശത്തെ നക്ഷത്രങ്ങളോട് ഞാൻ ചോദിച്ചു, അയാൾ ജനിച്ചു വീണത് ആരായിട്ടായിരുന്നു? നക്ഷത്രങ്ങൾ ഉത്തരം പറയാതെ ഏതു മേഘത്തിൻ്റെ മറവിലാണ് പോയി ഒളിച്ചത്?